നിങ്ങൾ ഓർക്കില്ല എന്ത് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെയെന്ന്. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച വൈകിട്ട് സാധാരണ പുറത്തുനിന്ന് ഫുഡ് മേടിക്കാറുണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്നായിരിക്കും നമ്മൾ മിക്കവാറൊക്കെ കഴിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ വിചാരിച്ച് കഞ്ഞിയും പയർ വെച്ചാലോ എന്ന്. അപ്പോൾ പയർ വെള്ളത്തിലിട്ടിട്ടില്ല, അപ്പോൾ തന്നെ വെള്ളം തിളപ്പിച്ച് പയറൊക്കെ ഇട്ട് കഞ്ഞിയും പയറും ആക്കിയാലോ എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കഞ്ഞിയും പയറൊക്കെ ഉണ്ടാക്കിയത് വൈകിട്ട് കഴിച്ചാലോ, നിങ്ങളും കൂടെ വായേ. പയർ കുക്കറിലിട്ടിട്ടുണ്ട്, അത് ഞാൻ നേരത്തെ വെച്ചതല്ല. അപ്പോൾ ഞാൻ പയർ കഴുകിയിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ച്, അത് കഴിഞ്ഞ് ഒരു ഫിസിലോ 2 ഫിസിലോ കേട്ടാൽ മതിയല്ലോ, അപ്പോൾ പയർ വെന്തോളൂ. ഞാൻ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു കുറച്ച് നേരം തിളപ്പിച്ച ശേഷം, 1 മണിക്കൂർ തിളപ്പിച്ച ശേഷം നമുക്ക് തെർമൽ കുക്കറിലേക്ക് എടുത്ത് മാറ്റാം. ഇത് വൈകിട്ടത്തെ കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ അരി എടുത്തിട്ടുണ്ട്, എന്നിട്ട് കഴുകി ഒരു 3-4 പ്രാവശ്യം കഴുകണം. കഴുകിയിട്ട് നമുക്കൊന്ന് അടുപ്പിലോട്ടിടാം. വെള്ളം തിളച്ചിട്ടുണ്ട്, നമ്മൾ അരി ഇടുവാണ്. ഇത് പയർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ, ഒരു സബോള എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം, 3 പച്ചമുളക്, ഒരു 6 വെളുത്തുള്ളി, പിന്നെ തേങ്ങയും കൂടിയാണ്. ഇതൊക്കെ പച്ചമുളകും തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാവേ. ഈ തേങ്ങ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് അതിനകത്ത് കിടപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒതുക്കിയെടുത്താലേ പറ്റുള്ളൂ. ചോറ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ നമുക്ക് മൂടി മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇച്ചിരി വലിയ ടൈപ്പ് തേങ്ങയാണ് ഇവിടെ ഇന്ന് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് ആ പച്ചമുളക് കട്ട് ചെയ്തതും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഒതുക്കിയെടുക്കാവേ. ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് ചതയാൻ പാടില്ല, ഇത്രയും മതിയാവും. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായി. നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിന് കടുക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് പൊട്ടട്ടെ. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സബോള ഇടാം. കുറച്ച് ഉപ്പിടാവേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. സബോള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇതിൻ്റെ അരപ്പിൻ്റെ ഒന്ന് പച്ചമണം മാറിക്കോട്ടെ. നമുക്കിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ഇട്ട് ഉപ്പ് പോരായിരുന്നു കേട്ടോ. പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമുക്ക് പയറും കൂടി ഇട്ട് കൊടുക്കാം. കഞ്ഞിക്കിത് നല്ലതായിരിക്കും. ഇവിടെ എല്ലാവർക്കും ഇതുപോലെ ചെയ്യുന്നതാണ് ഇഷ്ടം. അങ്ങനെ പയർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഞ്ഞിക്ക് പറ്റുന്ന പയർ തോരനാണ്, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പപ്പടം വറുക്കാം. പപ്പടം വറുക്കാൻ ആവശ്യമായി എണ്ണ ഒഴിച്ച് കൊടുക്കാം. കഞ്ഞി ഓൾറെഡി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തെർമൽ കുക്കറിലേക്ക് എടുത്ത് വെക്കാവേ. ഇനി നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ കഞ്ഞി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ കഞ്ഞിയും പപ്പടവും പയർ തോരനും അച്ചാറും കൂടെ കൂട്ടിയാണ് ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ. കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിക്കും. ചെറുപയർ തോരനാണ് കഞ്ഞിക്ക് കുടിക്കുന്നത്. മാങ്ങ അച്ചാർ, പപ്പടം. ഇതാണ് ഞങ്ങളുടെ വൈകിട്ടത്തെ ഡിന്നർ. പയർ, മാങ്ങക്കറി, നല്ല അടിപൊളി കഞ്ഞി, പപ്പടം, പിന്നെ ഉപ്പ് ആവശ്യമുള്ളവർക്ക് ഉപ്പ് ഇടാം. ഇത് കൂട്ടിയാണ് ഇന്ന് ഞങ്ങൾ ഫ്രൈഡേയിൽ ഫുഡ് കഴിക്കാൻ പോകുന്നത്.